നമസ്തേ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ നാളേക്കായി ഇന്ത്യൻ സൈന്യം എവിടെയാണ് പോരാടിയതെന്ന് ദയവായി കാണുക. -50 ഡിഗ്രി തണുപ്പിൽ ശ്വാസം കിട്ടാത്ത 17,000 അടി ഉയരത്തിൽ ജീവൻ പണയം വെച്ച് സ്വന്തം രാജ്യത്തിനായി പൊരുതിയ ആ ധീരസ്മരണകൾക്ക് മുന്നിൽ ഇന്ന് രാജ്യം തലകുനിക്കുന്നു. കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഓരോ ഇന്ത്യക്കാരനും ഓർക്കുന്നത് ആ അസാധാരണ ധീരതയുടെയും ത്യാഗത്തിന്റെയും കഥകളാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ വിജയ് ദിവസ് എല്ലാവരെയും അങ്ങേയറ്റത്തെ വെല്ലുവിളികളെ നേരിടുന്നതിൽ സായുധ സേന പ്രകടിപ്പിച്ച അസാധാരണ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്നും വിശ്വസ്തരായ ആഗോള പ്രതിരോധ പങ്കാളിയായി ഉയർന്നു വരികയാണെന്നും തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136ാമത് എപ്പിസോഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് കാർഗിൽ വിജയ ദിവസമാണ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളി, എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സൈനികർക്ക് മുന്നിൽ നിന്നു. പക്ഷേ അവരുടെ ദൃഢനിശ്ചയം എല്ലാ വെല്ലുവിളികളെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിനെ സംരക്ഷിക്കാൻ അവർ തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ദിനത്തിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ എൻ്റെ എളിയ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് ഇത്. കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണത്തിനായി സംഘടിപ്പിച്ച ശൗര്യ വിജയ് യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഈ വർഷം ഒരു പ്രത്യേക ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 14 ദില്ലിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒരു യാത്ര, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്നതാണ് ഇതിന്റെ സന്ദേശം. രാഷ്ട്രത്തിനു വേണ്ടി നടത്തിയ ത്യാഗങ്ങൾ ഒരിക്കലും മറക്കാനാവില്ലെന്ന് ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ INS മഹേന്ദ്രഗിരി കമ്മീഷൻ ചെയ്തതും പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO അടുത്തിടെ നടത്തിയ പ്രതിരോധ സാങ്കേതിക പരീക്ഷണങ്ങളും ഉദ്ധരിച്ച് പ്രധാനമന്ത്രി ഇന്ത്യയുടെ വളർന്നുവരുന്ന തദ്ദേശീയ പ്രതിരോധ ശേഷികളെക്കുറിച്ചും എടുത്തു പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 75% തദ്ദേശീയ വസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആത്മനിർഭർ ഭാരതിന്റെ വളർന്നുവരുന്ന ശക്തിയുടെ പ്രതീകമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിന്റെയും കുശ മിസൈലിന്റെയും വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ മാസം DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിന്റെയും കുശ മിസൈലിന്റെയും വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു. ഈ മാസം DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. ഈ വിജയത്തിന് പിന്നിൽ നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ്. 2-3 ദിവസം മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പ്രതിരോധ ഉൽപാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും സൗഹൃദ രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഇന്ത്യ നിരന്തരം പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കൂടാതെ ഈ മാസം തുടക്കത്തിൽ ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതികവിദ്യയിലും ലോകത്തിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാർഗിൽ വിജയ് ദിവസ് ചടങ്ങിൽ പാകിസ്ഥാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തു വന്നിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് പാക് അധീന ജമ്മു കാശ്മീർ സംബന്ധിച്ച വിഷയത്തിൽ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്നാഥ് സിംഗ് അവരുടെ ത്യാഗം രാജ്യത്തിന് എന്നും പ്രചോദനമാണെന്ന് പറഞ്ഞു. കാർഗിലിലെ അതിദുഷ്കരമായ ഭൂപ്രദേശത്തും -40 ഡിഗ്രി വരെ താഴ്ന്ന താപനിലയിലും ഇന്ത്യൻ സൈന്യം കാഴ്ചവെച്ച വീര പോരാട്ടം ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ ജീവൻ സമർപ്പിച്ച ധീര ജവാന്മാരുടെ ഓർമ്മ ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കുമെന്നും പുതിയ തലമുറയ്ക്ക് അവരുടെ വീരഗാഥ പ്രചോദനമാകുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദത്തിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കെതിരെ കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കരുതെന്ന സന്ദേശമാണ് പാകിസ്ഥാന് നൽകിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാന്റെ സൈന്യം ഭീകര സംഘടനകളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നും ഭീകരവാദം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നയത്തിന്റെ ഭാഗമായാണ് തുടരുന്നതെന്നും രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു. രാജ്യസുരക്ഷ
രാജ്യരക്ഷയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അതിർത്തി മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ വികസിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ ഡാറ്റാ സെന്റർ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വേഗത്തിൽ മുന്നേറുമ്പോൾ പാകിസ്ഥാൻ പുതിയ നുഴഞ്ഞുകയറ്റ മാർഗങ്ങൾ തേടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. മിഡിൽ ഈസ്റ്റിലും റഷ്യ യുക്രൈൻ മേഖലകളിലും സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രതിരോധ സന്നാഹങ്ങൾ കൂടുതലും ശക്തിപ്പെടുത്തുകയാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാക് പട്ടാളത്തിനുമേൽ ഭാരതം ഐതിഹാസിക വിജയം നേടിയ കാർഗിൽ വിജയ ദിവസമാണ് ഇന്ന്. 60 ദിവസം നീണ്ട പോരാട്ടത്തിൽ പാക് പട്ടാളത്തിൽ നിന്ന് കാർഗിൽ കുന്നടക്കം നാം പിടിച്ചടക്കിയത് 1999 ജൂലൈ 26-നാണ്. ലഡാക്ക്, കാർഗിൽ ജില്ലയിലെ മലനിരകൾ കയ്യേറിയ പാക് പട്ടാളത്തെ നമ്മുടെ സൈന്യം ധീരോദാത്ത പോരാട്ടത്തിലൂടെ തോൽപ്പിച്ചു. ഭീകരരാണ് ഭാരതഭൂമി കയ്യേറിയതെന്നാണ് പാകിസ്ഥാൻ വാദിച്ചിരുന്നത്. എന്നാൽ ആ വാദം പൊളിഞ്ഞു. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ അതിശക്തമായ നേതൃത്വത്തിലാണ് നാം അന്ന് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചത്. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയും ജനറൽ പർവേസ് മുഷറഫ് സൈനിക മേധാവിയായി ഇരിക്കെയാണ് പാക് സൈന്യം ഭാരതഭൂമി കയ്യേറിയത്. ലാഹോറിലേക്ക് ബസ് സർവീസ് ആരംഭിച്ച് അടൽജി ഭാരത പാക് ബന്ധം മെച്ചമാക്കാൻ നടപടികൾ തുടങ്ങിയപ്പോഴാണ് പാക് സർക്കാരിന്റെ ഈ ദുസ്സാഹസം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ നാളേക്കായി ഇന്ത്യൻ സൈന്യം എവിടെയാണ് പോരാടിയതെന്ന് ദയവായി കാണുക. രാജ്പുത്താന റൈഫിൾസിലെ ലഫ്റ്റനന്റ് വിജയൻ ഥാപ്പർ തന്റെ പിതാവിന് അവസാന കത്തിൽ എഴുതിയതാണ് ഇത് ടോളോളിംഗ് മലമുകളിലെ ഉയരങ്ങളെ തിരിച്ചുപിടിക്കാൻ അന്തിമ ആക്രമണത്തിന് പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ ഓപ്പറേഷനിൽ മാത്രം ലഫ്റ്റനന്റ് വിജയൻ ഥാപ്പർ ഉൾപ്പെടെ 3 ഓഫീസർമാരും 2 ജൂനിയർ കമ്മീഷൻ ഓഫീസർമാരും 18 സൈനികരും വീരമൃത്യു വരിച്ചത്. ഇന്ന് മിക്കവർക്കും പേരുകൾ പോലും ഓർമ്മയില്ലാത്ത ചില ഒറ്റപ്പെട്ട മലകൾ തിരിച്ചുപിടിക്കാൻ എങ്ങനെ ഭാരത സൈനികർ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു, എവിടെയാണ് ഈ സ്ഥലം എന്നൊക്കെയാണ്. 17,000 അടിക്ക് മുകളിൽ ഉയരത്തിൽ എല്ലാ രാത്രിയും മഞ്ഞു വീഴുകയും കൊടും തണുപ്പിൽ ആയുധങ്ങൾ പോലും മരവിച്ചു പോകുന്ന സ്ഥലമാണിത്. ഇവിടെ നടന്ന പോരാട്ടത്തിൽ കുറച്ച് നിമിഷങ്ങളോ മീറ്ററോ മാത്രമാണ് ജീവിതത്തെയും മരണത്തെയും വേർതിരിക്കുന്നത്. അതിനാൽ ആത്യന്തിക ത്യാഗം നൽകേണ്ടി വരുമെന്ന് നന്നായി അറിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ വീര സൈനികർ മാതൃരാജ്യത്തിന്റെ ഓരോ ഇഞ്ചിനും വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു. 1999 മെയ് 3-ന് ജമ്മു കാശ്മീരിലെ കാർഗിൽ മേഖലയിൽ ആരംഭിച്ച യുദ്ധം ജൂലൈ 26-ന് ഇന്ത്യയുടെ ചരിത്ര വിജയത്തോടെ അവസാനിച്ചു. ഏകദേശം 2.5-3 മാസം നീണ്ട പോരാട്ടത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 527 ഇന്ത്യൻ സൈനികർ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കുകയും 1363 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏകദേശം 2 ലക്ഷം സൈനികരാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടത്. അതിൽ കരസേന, വ്യോമസേന, അർദ്ധസൈനിക വിഭാഗങ്ങൾ, പ്രത്യേക സേനാ യൂണിറ്റുകൾ എന്നിവയുൾപ്പെടെ 30,000-ത്തിലധികം സൈനികർ നേരിട്ട് യുദ്ധഭൂമിയിൽ പോരാടി. ഇരു രാജ്യങ്ങൾക്കും വലിയ സൈനിക നഷ്ടങ്ങൾ സമ്മാനിച്ച ഈ യുദ്ധം ഇന്ത്യയുടെ അചഞ്ചലമായ ധീരതയുടെയും ദേശീയ ഐക്യത്തിന്റെയും പ്രതീകമായി ഇന്നും ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. കാർഗിൽ വിജയ ദിവസം ഒരു വിജയാഘോഷം മാത്രമല്ല, രാജ്യത്തിനായി സ്വന്തം ജീവൻ സമർപ്പിച്ച ധീര ജവാന്മാരുടെ ത്യാഗത്തെയും ദേശസ്നേഹത്തെയും തലമുറകൾക്ക് ഓർമ്മിപ്പിക്കുന്ന അമരസ്മരണ കൂടിയാണ്. കാർഗിൽ വിജയ ദിവസം എന്നതും കേവലം ഒരു ചരിത്രമോ ഓർമ്മപ്പെടുത്തലോ മാത്രമല്ല, നമ്മുടെ സുരക്ഷിതമായ നാളേക്കായി സ്വന്തം ഇന്ന് തന്നെ നൽകിയ ധീര ജവാന്മാരുടെ അമരത്യാഗത്തിന് മുന്നിലുള്ള പ്രണാമമാണ്. അന്ന് മഞ്ഞുമലകളിൽ ചോര ചിന്തിയവരുടെ ധീരതയാണ് ഇന്നത്തെ ഇന്ത്യയുടെ കരുത്ത്. സർക്കാരുകളും രാഷ്ട്രീയവും എന്തുതന്നെയായാലും രാജ്യത്തിന്റെ കാവലാളായ ഇന്ത്യൻ സൈന്യത്തോടുള്ള ആദരവ് എന്നും നമുക്ക് നിലനിർത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ആ ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നിങ്ങളുടെ ശ്രദ്ധാഞ്ജലികൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.